ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് ഒന്ന് പുറത്തേക്ക് ഒന്ന് നോക്കി നിൽക്കുന്നുണ്ട്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഇന്നാണെങ്കിൽ മഴയൊന്നും അങ്ങനെ പെയ്തിട്ടൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നല്ല വെയിലാണ്. അതുപോലെ തന്നെ രാവിലെ നല്ല മഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഡിസംബർ മാസം സമയത്ത് അറിയാമല്ലോ, നല്ലൊരു ക്ലൈമറ്റ് അല്ലേ. അപ്പോൾ ഇതൊക്കെ മിസ് ചെയ്യും നമ്മളിനി കുറച്ച് മാസങ്ങളും കൂടി കഴിയുമ്പോൾ. മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര വെയിലായിരിക്കും, ഭയങ്കര ചൂടും ഒക്കെയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അപ്പവും ഉരുളക്കിഴങ്ങ് കറിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. പാലൊക്കെ ഒഴിച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനിനി എപ്പോഴെങ്കിലും ഷെയർ ചെയ്തേക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ടെറസിലേക്കൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും, ഇവിടെ വരുമ്പോഴത്തേക്കും കുറേ അധികം ബേർഡ്സിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ. ഭയങ്കര രസമാണത് കേൾക്കാനായിട്ട്. എനിക്കാണെങ്കിൽ ഇതുപോലെ ഈ ബേർഡ്സിൻ്റെയും അതുപോലെ തന്നെ ഈ നാച്ചറിൻ്റെ ഒരു പ്രത്യേകതരം സൗണ്ട് ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആസ്തെറ്റിക് ഫീലൊക്കെ വരുന്നൊരു സൗണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടെറസിൻ്റെ മേലെ വരുന്നത് തന്നെ മെയിനായിട്ട് ഞാൻ ഈ ഒരു കാര്യത്തിനാണ് കേട്ടോ. നമ്മൾ ചെന്നൈയിലാണ് താമസിക്കുന്നതെങ്കിലും ശരിക്കും എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മൾ നാട്ടിൽ നിൽക്കുന്നൊരു ഫീലാണ്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ കല്യാണം ഫിക്സ് ചെയ്ത സമയത്ത് നാട്ടിൽ നിന്ന് കുറച്ച് പേര് ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ അനിയനും കൂടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ അവനിങ്ങനെ ഇവിടെ വന്ന് കണ്ടിട്ട് എന്നോട് അപ്പം തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞത്, നിനക്കൊരിക്കലും നാട് മിസ് ചെയ്യത്തില്ല, അത്രയ്ക്കും ഭയങ്കരമായിട്ട് നമ്മുടെ നാട് പോലെ ഇരിക്കുന്ന സ്ഥലമാണ്, ഇത് ചെന്നൈ ആണെന്ന് പോലും തോന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അന്ന് അവനത് പറഞ്ഞെങ്കിലും എനിക്കത് പെട്ടെന്ന് അത് മനസ്സിലായില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും ഞങ്ങൾ ചെന്നൈയിൽ ഇത്രയും വലിയൊരു സിറ്റിയിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും ഞങ്ങളിരിക്കുന്ന ഈ ഒരു സ്ഥലത്തെന്ന് പറയുന്നത് പ്ലോട്ട്സായിട്ട് തിരിച്ചിട്ടേക്കുന്നതേ ഉള്ളൂ കേട്ടോ. കുറേ സ്ഥലങ്ങളിൽ വീടുകൾ വരാനുണ്ട്, സ്ഥലങ്ങളിങ്ങനെ മേടിച്ചിട്ടേക്കുന്നേ ഉള്ളൂ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എം ടി സ്പേസിലൊക്കെ ഇഷ്ടംപോലെ മരങ്ങളും ചെടികളൊക്കെ നിൽക്കുന്ന കാരണം കൊണ്ട് ഒരുപാട് പക്ഷികളൊക്കെ ഇങ്ങനെ വന്നിരിക്കും. നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ മാക്സിമം നമ്മുടെ വീഡിയോസിലൊക്കെ അതൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ നാട്ടിൽ ശരിക്കും ഒരു നാട്ടിൻപുറത്താണ് ഞാൻ ജനിച്ച് വളർന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം എനിക്കങ്ങനെ എപ്പോഴും എൻ്റെ മൈൻഡിൽ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് നിൽക്കണം, അങ്ങനത്തേക്ക് ഒരു ചിന്തയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ എനിക്കൊരിക്കലും ഇവിടെ വന്നിട്ട് ബോറടിച്ചിട്ടോ അല്ലെങ്കിൽ നാട് മിസ് ചെയ്യുന്നെന്നോ അല്ലെങ്കിൽ നാട്ടിൽ പോകണമെന്നോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ട് ഇല്ല. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഞാൻ നാട്ടിലത്തേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ചെന്നൈയിൽ നിൽക്കാനാണ്. എനിക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ കരഞ്ഞിട്ടില്ല. ഞാൻ ഇവിടുന്ന് നാട്ടിൽ പോകുന്ന സമയത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് ഞാൻ കരഞ്ഞിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ അങ്ങനെയാണ്. എന്തോ എനിക്ക് ഈ നമ്മുടെ ഈ ഒരു വീടും ഈ ഒരു സ്ഥലമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 1-2 പേര് ഇങ്ങനെ മുന്നേ ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്, നാട് മിസ് ചെയ്യുന്നില്ലേ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ്. അങ്ങനെ ഞാൻ ടെറസിൻ്റെ മേലെ വന്നിരുന്നിട്ടാണ് ഇപ്പോൾ കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ രാവിലെ നമ്മളിടുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇല്ലേ, ഗുഡ് മോർണിംഗ് പോസ്റ്റൊക്കെ, അതൊക്കെ ഞാൻ മിക്കവാറും ഇപ്പോൾ ടെറസിൻ്റെ മേലെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. എനിക്ക് ടെറസിൻ്റെ മേലെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് താഴേക്ക് വരാനായിട്ട് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് മാക്സിമം എൻ്റെ ജോലികൾ ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ മേലേക്ക് കയറുള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ താഴേക്ക് വന്നു. ബാൽക്കണിയിൽ ഇരിക്കുന്ന ചെടികളൊക്കെ ഞാൻ രാവിലെ തന്നെ നനച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഒന്ന് കുറച്ച് നേരം നോക്കി നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പം നമ്മുടെ ബാൽക്കണി ഗാർഡൻ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. എപ്പോഴും പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര രസമാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് ഈ ബാൽക്കണി ഗാർഡനിലെ ചെടികൾക്ക് ഇതുപോലെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ട് സിന്ധു ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആമസോണിൽ നിന്ന് ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ഉറുമ്പിനെയൊക്കെ കൊല്ലുന്ന ലിക്വിഡ് വാങ്ങിക്കാനായിട്ട് കിട്ടുമെന്ന്. അപ്പോൾ ഞാനതെന്തായാലും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്, 1-2 കണ്ടു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് മേടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ, റിവ്യൂ നോക്കിയിട്ട്. എന്നിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാം. ഇന്നെന്തായാലും കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. മാസത്തിൽ 1 തവണ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്. ഞാൻ മുന്നേയും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ എപ്പോഴും ക്ലീനിങ് ഒന്നും ഒരുമിച്ച് ചെയ്യാറില്ല, സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും
ക്ലീനിങ് ചെയ്യുന്നത്. നേരത്തെ അങ്ങനെ തന്നെയാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് എല്ലാം കൂടി വലിച്ചവർ ചെയ്യാനായിട്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് പണി കിട്ടും. പിന്നെ ബാക്കിയുള്ള ജോലികൾ നടക്കത്തില്ല. അതുകൊണ്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് അതായത് ഞാനിങ്ങനെ എഴുതിയൊന്നും വെക്കാറില്ല കേട്ടോ. ചിലരിങ്ങനെ എഴുതി വെച്ചിട്ടാണല്ലോ ക്ലീനിങ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. ഞാനാണെങ്കിൽ അങ്ങനെയല്ല. ഇതുപോലെ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. ഈ ദിവസം ഈ പോർഷൻ ക്ലീൻ ചെയ്യണം, അടുത്ത ദിവസം ഇങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലീനിങ് ചെയ്യാറില്ല. ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഡേ കഴിഞ്ഞിട്ട്, അതായത് നെക്സ്റ്റ് ഡേ ഞാൻ ചെയ്യാറില്ല ക്ലീനിങ്. അത് കഴിഞ്ഞിട്ടുള്ള ഡേ ആണ് ചെയ്യുന്നത്. അതായത് ഒന്നിട വിട്ടിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടയേർഡായി പോവും. പിന്നെ നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റ് വരത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നിട വിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോഴത്തേക്കും തോന്നുമായിരിക്കും ഒരുപാട് ക്ലീനിങ് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ഒരിക്കലും അല്ല കേട്ടോ, സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ വീടിനുള്ളിലെ ജനാലകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിനിടയിൽ എനിക്കൊരു പണി കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു മെട്രോ വാട്ടറാണ് നമ്മുടെ വാഷിംഗ് മെഷീനിൽ വരുന്നത്. അപ്പോൾ ഞാനത് ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു റൗണ്ട് അടിച്ചപ്പോഴത്തേക്കും എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് കോർപ്പറേഷൻ വാട്ടർ തീർന്നു പോയി. അപ്പോൾ ഇന്നെന്തായാലും വെള്ളം വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഹാർഡ് വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ബാലൻസ് തുണികൾ കഴുകിയത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ബ്ലൂ ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയി ഒഴിച്ചത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് നമ്മുടെ ബെഡ്റൂമിലുള്ള ജനാലയും കൂടെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് സ്കോളിൻ യൂസ് ചെയ്തിട്ടൊന്ന് സ്പ്രേ ചെയ്ത് ഒരു ടവൽ യൂസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കമ്പികളും അതുപോലെ ആ ഒരു കട്ടളയൊക്കെ ഇരിക്കുന്ന പോർഷനിൽ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ എന്തായാലും റൂം ഞാനിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചേക്കുവാണ്. നമുക്കിന്ന് ഡീപ്പ് ക്ലീനിങ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാൻ ഈ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കട്ടിലിൻ്റെ മേൽ പോർഷനിൽ ഒരുപാട് ഇങ്ങനെ ഈ ഒരു ഡസ്റ്റ് വന്നിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഹാളിലുള്ള ഗ്രില്ലിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പലർക്കും മടിയാണല്ലേ ക്ലീൻ ചെയ്യാനായിട്ട്. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ ഡെയിലി ക്ലീൻ ചെയ്യാനോ ഒന്നും തോന്നത്തില്ല. ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ അങ്ങോട്ട് റെസ്റ്റ് എടുക്കും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. നമ്മൾ ഈ ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ വീട്ടു ജോലികൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മടുപ്പും ഒരു വല്ലാത്തൊരിതൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഞാൻ അങ്ങോട്ട് റെസ്റ്റ് എടുക്കും. അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ക്ലീനിങ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യും. ചിലപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യാനായിരിക്കും ഉള്ളത്, ചില സമയത്ത് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റീസെൻ്റായിട്ട് ഒരു ബുക്ക് മേടിച്ചു എന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം കൊണ്ട് ഞാൻ ഫുള്ളായിട്ട് വായിച്ച് തീർക്കും എന്ന് ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട്. ആ ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ നിവേദയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിയും മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തത്. ഞാൻ പക്ഷേ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നിയ കാര്യം മീഷോയിൽ കുറച്ചും കൂടി വില കുറവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ മീഷോയിൽ നിന്ന് എടുത്താൽ മതി. ആ ബുക്കിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറയുന്ന നോവലാണ് കേട്ടോ. ഭയങ്കര രസമുണ്ട് വായിക്കാനായിട്ട്. കുറേയൊക്കെ നമ്മുടെ ലൈഫുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നൊരു നോവലാണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾ ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഏതൊരു വീട്ടമ്മയായാലും ഏതൊരു സ്ത്രീയാണെങ്കിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എത്ര വായന ശീലം ഇല്ലാത്തവരാണെങ്കിലും ഒട്ടും വായിക്കാൻ താല്പര്യമില്ലാത്തവരെ പോലും പിടിച്ചെടുത്തുന്ന ഒരു നോവലാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒട്ടും വായിക്കാത്ത ഒരാളാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ബുക്ക് വേണമെന്ന് വിചാരിച്ചിട്ടിരുന്ന് വായിച്ചത്. അപ്പോൾ അത് വായിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എനിക്കത് വായിച്ച് തീർത്ത് കഴിയണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ എന്തായാലും മീഷോയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ബുക്ക്, മലയാളം ബുക്ക് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഞാൻ ഇതുപോലെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊന്ന് റിലാക്സേഷനാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടമ്മ തന്നെ ഇതിനെല്ലാം മുതിരണമെന്നൊന്നും ഞാൻ പറയത്തില്ല. വീട്ടിലുള്ള ഓരോ ആൾക്കാർക്കും
ഈ ഒരു ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എല്ലാ ജോലികളും ചെയ്യുന്നത് നമ്മൾ സ്ത്രീകളാണ്. ഒട്ടുമിക്കവരും ഒരുപാട് പേര് പുറത്ത് പോയി ജോലി ചെയ്തും അതുപോലെ മക്കളുടെ കാര്യങ്ങൾ നോക്കിയും ഒക്കെ വീട്ടിലെ ജോലികളും കൂടി മാനേജ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകളോട് എന്തായാലും വീട്ടിലുള്ളവരും കൂടി സഹകരിച്ച് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒക്കെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എല്ലാം കൂടി ചെയ്യുമ്പോഴത്തേക്ക് ആർക്കായാലും ഒരു മടുപ്പ് തോന്നും, ഒരു മാനസികമായിട്ടൊരു വിഷമം തോന്നത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള ആൾക്കാരോടും കൂടി സഹായം ചോദിക്കുക. തുടക്കത്തിലൊന്നും ചിലപ്പോൾ അവർ സഹായം ചെയ്തു തന്നൊന്നും വരത്തില്ല. പക്ഷേ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കേട്ടോ. നമുക്ക് അതായത് വഴക്കുണ്ടാക്കാനല്ല, നമ്മൾ കാര്യമായിട്ട് തന്നെ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന രീതിയിൽ അവരെ നമ്മൾ ഉൾക്കൊള്ളിക്കുക എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പോലും അവരും ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ മക്കളുടെയൊക്കെ ഹെൽപ്പ് നമുക്ക് ചോദിക്കാം. നമുക്ക് ആരും അറിഞ്ഞ് ഇങ്ങോട്ടൊരു സഹായം ചെയ്തു തരത്തില്ല. നമ്മൾ തന്നെ അങ്ങോട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാലേ അവർ നമുക്ക് സഹായങ്ങൾ ചെയ്തു തരുള്ളൂ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു സംഭവം തന്നെയാണ്. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. കൂടെയുള്ളവർ അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ലഞ്ച് കഴിക്കാനായിട്ട് രാവിലെ എഗ് റൈസാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആമിക്കും സ്കൂളിൽ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ തുണികൾ വിരിക്കാനായിട്ട് മേലേക്ക് പോയപ്പോഴത്തേക്കൊണ്ട് അമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയോട് സംസാരിച്ചുകൊണ്ട് തുണികളൊക്കെ വിരിച്ച് പിന്നെയും കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് ഞാൻ താഴേക്ക് വന്നത്. അപ്പോഴത്തേക്കും നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ടോപ്പ് ഇത് മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാൻ സൈഡിൽ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത അതേപോലത്തെ സാധനം തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ റീസെൻ്റായിട്ട് ജീൻസ് മേടിച്ചെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ ഇടാനാണ് മേടിച്ചത്. ഇത് പ്യുവർ കോട്ടൺ ആണ്. ഇത് ഞാൻ എടുത്തപ്പോഴത്തേക്കും 190 റുപ്പീസ് എന്തോ ആണ് ആയിട്ടുണ്ടായിരുന്നത്. കട്ടി ഒരല്പം കുറവാണ്, എന്നാലും തീരെ മോശമല്ല. നമുക്ക് അടിയിൽ എന്തെങ്കിലും ഇന്നേഴ്സൊക്കെ ഇട്ടിട്ട് വേണം ഇതിടാനായിട്ട്. പക്ഷേ നല്ല കംഫർട്ടായിരുന്നു കേട്ടോ. എനിക്ക് XL ആണ് എൻ്റെ അളവ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ഷെയർ ചെയ്തതാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മേടിച്ചാൽ മതി. അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ കോഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാനിന്ന് ബുക്ക് വായിച്ച് തീർക്കും എന്ന് മനസ്സിൽ വിചാരിച്ച് ഉറപ്പിച്ചു എന്ന്. അങ്ങനെ ഞാൻ ഇന്നാണ് ആ ബുക്ക് വായിച്ച് തീർത്തത്. ഒരു 3 ദിവസം കൊണ്ട് ഞാനത് വായിച്ച് തീർത്തായിരുന്നു. എനിക്ക് വായിച്ച് തീർത്തപ്പോഴത്തേക്കും കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീര് വന്നു. എന്തോ ഭയങ്കര ഒരു വിഷമമൊക്കെ തോന്നി. കാരണം അത്രയ്ക്കും ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പറ്റുന്നൊരു കഥയായിരുന്നു അത്. അങ്ങനെ ബുക്കൊക്കെ വായിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഹസ്ബൻഡ് ഓഫീസിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഓഫീസിൽ കൊണ്ടുപോകാനായിട്ട് ചപ്പാത്തി വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിന്ന് ഉണ്ടാക്കിയില്ല. ഹസ്ബൻഡ് അവിടെ നിന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞു കേട്ടോ, അവിടുത്തെ ഓഫീസിലെ ക്യാൻറ്റീനിൽ നിന്ന്. പിന്നെ ഞാനും ആമിയും കൂടി മേലേക്ക് വന്നു. അപ്പോൾ ആമി മേലെ വന്നിരുന്നിട്ട് ഇതുപോലെ ചോക്കൊക്കെ ഇട്ടിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം അവളൂടെ വന്നിരുന്ന് കളിക്കുന്നുണ്ട്. അവളെ കളിപ്പിക്കാനാണ് മേലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും തുണികളൊക്കെ ഒന്ന് ഉണക്കിയിടാനായിട്ട് വിരിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഉച്ചയ്ക്ക്, അതൊക്കെ ഒന്ന് പെറുക്കിയെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കൂടി ടെറസിലേക്ക് വരുമ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് ചെടികൾക്ക്. അപ്പോൾ ഞാൻ വെള്ളം എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കൊണ്ട് ഭയങ്കരമായിട്ട് പക്ഷികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോഴത്തേനുണ്ട് ദേ ഈ വലിയ 2 ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവരുടെ വീഡിയോയും കൂടി ഞാനൊന്ന് ജസ്റ്റ് എടുത്തതാണ്. അപ്പോൾ ആമ ഇവിടെ കളിക്കുന്നുണ്ട്. ഞാനിനി ഇവിടെ നിന്ന് ഒരു 6 മണിക്ക് ശേഷമാണ് താഴേക്ക് പോവുള്ളൂ. 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും താഴെ പോയിട്ട് വിളക്കൊക്കെ വയ്ക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.